ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ദ്രൗപദി കൃഷ്ണന്റെ റാണിമാരോട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ പ്രമുഖ ഭക്തിമാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മറ്റ് 16,000 റാണിമാരുടെയും പ്രതിനിധിയായിട്ട് രോഹിണി തങ്ങൾ കൃഷ്ണന്റെ ഭാര്യമാരായി തീർന്നതിനിടയായ സംഭവം വിവരിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട റാണി, ഭൗമാസുരൻ ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആവുന്നിടത്തു നിന്നൊക്കെ രാജാക്കന്മാരുടെ സുന്ദരിമാരായിട്ടുള്ള പുത്രിമാരെ അപഹരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അയാളുടെ കൊട്ടാരത്തിനുള്ളിൽ ബന്ധിതരായി. ഞങ്ങളുടെ ബന്ധനത്തിന്റെ കഥ ഭഗവാൻ കൃഷ്ണൻ കേട്ടപ്പോൾ അദ്ദേഹം ഭൗമാസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഞങ്ങളെ മോചിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഭൗമാസുരനെയും അയാളുടെ പടയാളികളെയും വധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഭാര്യയെ പോലും സ്വീകരിക്കേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും ഞങ്ങളുടെ അപേക്ഷ അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ 16,000 പേരെയും അദ്ദേഹം വിവാഹം കഴിച്ചു. പിന്നീട് പ്രിയപ്പെട്ട റാണി, ഞങ്ങൾ എപ്പോഴും ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളെ തന്നെ ചിന്തിച്ചിരുന്നു എന്നത് മാത്രമാണ് ഞങ്ങളുടെ യോഗ്യത. വീണ്ടും വീണ്ടുമുള്ള ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗം അതാണല്ലോ. പ്രിയപ്പെട്ട റാണി ദ്രൗപദി, രാജ്യം, സാമ്രാജ്യം അതല്ലെങ്കിൽ സ്വർഗീയ ആനന്ദം അനുഭവിക്കാനുള്ള അവസ്ഥ തുടങ്ങിയ ഐശ്വര്യങ്ങളുടെ പിറകെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നറിഞ്ഞാലും ഇത്തരം ഭൗതിക ഐശ്വര്യങ്ങൾ അനുഭവിക്കാനോ യോഗസിദ്ധിക്കോ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ സമുന്നത പദവി നേടാനോ ഞങ്ങൾക്ക് മോഹമൊന്നുമില്ല. സാലോക്യം, സാഷ്ടി, സാമീപ്യം, സായുജ്യം എന്നീ മോക്ഷങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത്തരം ഐശ്വര്യങ്ങൾ ഞങ്ങളെ തീരെ ആകർഷിക്കുന്നുമില്ല. ജന്മജന്മാന്തരങ്ങളിലും ഭഗവാൻ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളുടെ ധൂളി ഞങ്ങളുടെ ശിരസിൽ അണിയണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. സുഗന്ധിയായ കുങ്കുമച്ചാറിനൊപ്പം ആ ധൂളി മാറിലണിയാനാണ് ഭാഗ്യദേവതയായ മഹാലക്ഷ്മി ആഗ്രഹിച്ചത്. വൃന്ദാവനത്തിൽ ഗോപബാലനായിട്ട് സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങൾക്കിടയിൽ അടിയിൽ സഞ്ചിതമായിരുന്ന ആ പൊടി മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ഗോപികമാരും ഗോപന്മാരും ഗോത്രവർഗക്കാരുമെല്ലാം കൃഷ്ണന്റെ പാതാരവിന്ദങ്ങൾ കൊണ്ടുള്ള ചവിട്ടേൽക്കാനായി വൃന്ദാവനത്തിലെ ഒരു പുൽക്കൊടിയോ വൈക്കോൽ തുരുമ്പോ ആയി തീരാനാണ് സദാ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട റാണി, ജന്മജന്മാന്തരങ്ങളിലും അഭിലാഷങ്ങളൊന്നുമില്ലാതെ ഇതേപടി തുടരാനാണ് ഞങ്ങളുടെ മോഹവും. ഇങ്ങനെ ദ്രൗപദി മറ്റ് ഭഗവാന്റെ ഭക്തിമാരോട് സംസാരിച്ചതിൻ്റെ പരിസമാപ്തിയാണ് ഇവിടെ കുറിക്കുന്നത്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ജന്മത്തിൽ, അനേക ജന്മങ്ങളിലാണ് മനുഷ്യനായിട്ട് തന്നെ ജന്മം കിട്ടിയിട്ടുണ്ട്. അത് സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഒക്കെ ജനിച്ചാലും സ്ത്രീകളാണ് പൊതുവെ ആധ്യാത്മിക മാർഗത്തിൽ കൃഷ്ണഭക്തരായിട്ടൊക്കെ മാറാറുള്ളത്. നമുക്ക് കണ്ടറിയാം. പഴയ കാല കഥകളൊക്കെ പഠിച്ചാലും പുരാണങ്ങളിൽ പറയുന്നതും സ്ത്രീകളാണ് ജീവിതത്തിൽ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഭക്തിമാർഗത്തിലേക്ക് ആശ്വാസത്തിൻ്റെ കിരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഭക്തിമാർഗത്തിൽ. ദുഃഖിക്കുന്നവരാണ് എൻ്റെ ഭക്തര് ആദ്യത്തെ പടി കടക്കുന്നതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചതുർവിധാപനത്തേമ എന്ന് പറഞ്ഞാൽ ദുഃഖം വരുമ്പോഴാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്ലേശം ഉണ്ടാകുന്നവരെ, ദുഃഖം അനുഭവിക്കുന്നവരാണ് ഈശ്വര ഭക്തിയിലേക്ക് തിരിയുക. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ദുഃഖമൊക്കെ മാറിക്കഴിയുമ്പം ഭഗവാനുമായിട്ടുള്ള അടുപ്പമുണ്ടാക്കുകയും അനുഭവത്തിലൂടെ ഭഗവാനെ അതിൻ്റെ സുഖം കുറേശ്ശെ ആണെങ്കിലും തൽക്കാലത്തേക്കായാലും അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ഭഗവാനിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുക ചെയ്യും. പിന്നെ അനേക ജന്മങ്ങളിൽ ആ ഭക്തിഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചാലും ഭ്രഷ്ടനാക്കപ്പെട്ടാലും ഭക്തിയുടെ കിരണം ഒരു പ്രാവശ്യം സ്ഫുരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും ഭഗവാന്റെ ഭക്തർ നശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വതവേ തന്നെ ഭഗവാനിൽ നിന്നുണ്ടായിരിക്കുന്നത് കൊണ്ട്
എല്ലാവരും ആത്യന്തികമായിട്ട് ഭഗവാനിലേക്ക് തന്നെ ആകർഷിച്ചാണ് നിലനിൽക്കുക. ഇല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് പൂർണ്ണമായിട്ട് വേറിട്ടിട്ട് ഒരു നിരീശ്വരവാദിക്ക് പോലും ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. കാരണം അവൻ്റെ ഉള്ളിൽ ജീവനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണെന്നർത്ഥം. അപ്പോൾ ഈ നമുക്ക് ഏതൊരു ശക്തിയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന തത്വം തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ പറയുന്നത്. അത് വ്യത്യസ്ത നാമരൂപത്തിലോ ഭാവത്തിലോ ഒക്കെ കണക്കാക്കിയാലും വേണ്ടില്ല. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നിരീശ്വരവാദിക്കുണ്ട്, യുക്തിവാദിക്കുണ്ട്. ജീവനോടെ ഇരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ ജീവനെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ജീവനെ ഉപേക്ഷിച്ചാന്ന് പറഞ്ഞാൽ പിന്നെ ശരീരം കൊണ്ടൊന്നും ചെയ്യാനും സാധ്യമല്ല. ജീവൻ വെടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ പ്രവർത്തനം നിന്ന് പോവുക എന്നുള്ളതാണ്. ജീവൻ എന്നാലും നശിക്കുന്നില്ല. അപ്പൊ ആത്യന്തികമായിട്ട് എല്ലാവരും ഭഗവാന്റെ ആ ആകർഷണ വലയിൽ തന്നെയാണെന്ന് ഗീത സ്പഷ്ടമാക്കുന്നുണ്ട്. അത് അറിഞ്ഞ് ചെയ്യുമ്പം അത് യഥാർത്ഥ ഭക്തിയാവും, കറകളഞ്ഞ ഭക്തിയാവും. അറിയാതെ ചെയ്യുമ്പോഴും അതും ഭക്തിയുടെ ഒരു ഭാവമാണെന്നർത്ഥം. ഇപ്പം ഈ അടുത്തത് ഒരു ദിവസം ഈ ഭക്തിയുടെ ഭാവത്തിൽ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചുകൊണ്ട് തന്നെ ഇപ്പം ഇതിനോടൊക്കെ നിരീശ്വരവാദിയായിട്ട് നടക്കുന്നവരോ ഇല്ലെങ്കിൽ അങ്ങനെ ഇതിലൊന്നും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പോലും ഈ പൊതുസമൂഹത്തിൽ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും നിർബന്ധ ബുദ്ധിയാൽ ഇവർക്കൊക്കെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈ പറയുന്ന സംസ്കാരത്തിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഭാഗവാക്കാകേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തികച്ചും അമ്പലത്തിൽ പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നവരൊക്കെ അതൊക്കെ മാറ്റി എഴുതി, ആ ബൈലൊക്കെ മാറ്റി എഴുതി. എല്ലായിടത്തും മെമ്പർഷിപ്പ് എടുക്കാനും അവിടെയൊക്കെ ഒരു ക്ഷേത്രം തന്നെ നമ്മുടെ കൈവിട്ട് പോകരുത്, നമ്മൾ തന്നെ കമ്മിറ്റിക്കാരംഗങ്ങളാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല ട്രസ്റ്റി ബോർഡ് ആയിക്കോട്ടെ, കമ്മിറ്റികളായിക്കോട്ടെ, ക്ഷേത്രത്തിൻ്റെ ചലനങ്ങളായിക്കോട്ടെ, എല്ലാം പ്രത്യക്ഷമായിട്ട് നിരീശ്വരവാദികൾക്ക് പോലും അതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ. അവർ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ അവർക്കൊരു സ്ഥാനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ മതേതരത്വം പറഞ്ഞാലും മതത്തിന് അടിസ്ഥാനമായിട്ട് തന്നെ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ഇതൊന്നും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അത് കടുത്ത മതവാദികളായിക്കോട്ടെ, കുറച്ച് കടുപ്പം കുറഞ്ഞവരായിക്കോട്ടെ, അപ്പോൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈശ്വരൻ്റെ ആകർഷണ വലയത്തിലും ഈശ്വരൻ്റെ ശക്തിയെ ആശ്രയിച്ചാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അന്ന് നിരീശ്വരവാദി ആയിക്കോട്ടെ, യുക്തിവാദി ആയിക്കോട്ടെ, ഭക്തിവേദി ആയിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ മറ്റു ജീവജാലങ്ങളായിക്കോട്ടെ, സർവസ്യ ചാകം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിച്ചാനമാബോധനം ചാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാനെ മറന്നു പോകുന്നതും ഭഗവാനെ ഓർമ്മിക്കുന്നതും ഭഗവാനെ പറ്റിയുള്ള അറിവ് ലഭിക്കുന്നതും ഒക്കെ ഭഗവാൻ തൻ്റെ ഹൃദയമാകുന്ന ഗുഹയിലിരുന്നു കൊണ്ട് ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാണികളിലും വർത്തിക്കുന്ന ആ ഭഗവാന്റെ ശക്തി തന്നെയാണ്. മാറ്റമില്ലാത്തതായ ആ ശക്തിക്ക് അധീനരായിട്ടാണ്, അതിലാണ് എല്ലാവരും. അതിനെ ആശ്രയിച്ചിട്ടാണ് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, ഞാൻ വിശ്വാസിയല്ല, ഞാൻ അന്ധവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ തന്നെ എന്തിനെ ആശ്രയിച്ചിട്ടാണോ അവരുടെ നിലനിൽപ്പ് പോലും നടക്കുന്നത്, ഇല്ല എന്ന് പറയണമെങ്കിൽ പോലും ഏതൊരു ശക്തിയാണോ ആശ്രയിക്കേണ്ടത് ആ ശക്തി തന്നെയാണ് ഈശ്വരൻ എന്നടിസ്ഥാനപരമായിട്ട് അറിയണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും നമ്മുടെ ദുഃഖം വരുമ്പോഴോ ക്ലേശങ്ങൾ നിമിത്തവും നമ്മൾ ഭഗവാനെ സ്മരിക്കാൻ ഇടവരും. അറിയാതെയാണെങ്കിലും വേദനിക്കുമ്പോഴാണെങ്കിലും ഓ മൈ ഗോഡ് എന്ന് പറയുമില്ലേ, വേദനിക്കുമ്പോൾ അയ്യോ എന്ന് പറയും. ഇതൊക്കെ ഈശ്വരൻ്റെ ശബ്ദം തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പം ആത്യന്തികമായിട്ട് നമ്മൾ ദുഃഖങ്ങളിൽ നിന്ന് കുറേശ്ശെ സുഖം അനുഭവിക്കുന്ന കാലത്തിൽ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കും. നമ്മുടെ ഇച്ഛകളൊക്കെ, ഇഷ്ടഭോഗങ്ങളൊക്കെ, എനിക്ക് ഇന്നത് വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെയൊക്കെ പലവിധ ആഗ്രഹങ്ങളും വരും. അത് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ലൗകികമായ ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് അവരവരുടെ ഇഷ്ടദേവതയെ ഭജിക്കുന്ന ഒരു ഭാവമുണ്ട്. ആരെ ഭജിച്ചാലും എന്നെ തന്നെയാണ് ഭജിക്കുന്നതെന്ന് ഭഗവാൻ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ത്രീകളായിട്ട് ജനിക്കുന്നവർക്കൊക്കെ തന്നെ ഭഗവാനെ പോലെ തന്നെ ഒരു പുരുഷൻ തൻ്റെ ഭർത്താവായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ഭഗവാൻ തന്നെ എൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് ഇച്ഛിക്കുകയും ചെയ്യും. അപ്പം ഏത് തരത്തിലുള്ള ഇച്ഛയും സദാ തദ്ഭാവഭാവിതാഹ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഏതേത് ഭാവത്തിൽ നാം ഭഗവാനെ സമീപിക്കുന്നുവോ, ഏതേത് ഭാവത്തിലാണോ ഭഗവാനോട് തൻ്റെ ഇച്ഛ വെളിപ്പെടുത്തിക്കൊണ്ട് ഭജിക്കുന്നത്, അതാത് ഭാവത്തിൽ തന്നെ യാതൊരു കലർപ്പുമില്ലാതെ തന്നെ ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഗോപികളുടെയും 16,000 പ്രാണിമാരുടെയും ഒക്കെ ഓരോരുത്തരെ പറ്റിയും ഇല്ലേ, അവരെങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരായത് എന്ന് ദ്രൗപദി ചോദിച്ചതിൻ്റെ തന്നെ ഉദ്ദേശം ഈ ഭക്തിയുടെ പ്രഭാവത്തെ നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആത്യന്തികമായിട്ട് അറിയണം. അപ്പം സ്ത്രീകളാണ് പൊതുവെ ഭക്തരായിട്ട് മാറുന്നത്. അങ്ങനെ ഭക്തിയായിട്ട് മാറിയാൽ തന്നെ അവരൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റു ജന്മത്തിലെങ്കിലും ഭഗവാന്റെ ചിലർ അമ്മമാർ ഭഗവാനെ പോലെ പുത്രനുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ അതിച്ഛ വയ്ക്കും. ചിലർ ഭഗവാൻ തന്നെ എൻ്റെ ഭർത്താവായിട്ട് വരണമെന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ ഏത് തരത്തിലുള്ള ഇച്ഛയുണ്ടായാലും നമ്മൾ ഏതേത് ഭാവത്തിൽ ഏതേത് ഇച്ഛ കൊണ്ട് യോ യോ യാം യാം തരു ഭക്തക എന്ന് ഭഗവാൻ സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ചുകൊണ്ട് ഏതൊക്കെ വിധത്തിൽ നമ്മൾ ഭജിക്കുന്നുവോ അതനുസരിച്ചുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ഭർത്താവായിട്ടും നമ്മുടെ മക്കളായിട്ടും നമ്മുടെ സഹധർമ്മിണിയായിട്ടും ഇങ്ങനെ പല വിധത്തിൽ പല നാമരൂപങ്ങളിലൊക്കെ അവതരിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ശക്തി തന്നെയാണ് ഭഗവാൻ എന്നാണ് ആത്യന്തികമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ദ്രൗപദി ഭഗവാന്റെ 16,108 ഭാര്യമാരിൽ നിന്നും അവരെ എങ്ങനെയാണ് ഭഗവാന്റെ സഹധർമ്മിണിമാരായത് എന്ന കഥ ഒരു നിമിത്തമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, സ്ത്രീകൾ പ്രത്യേകിച്ചും അവരാണ് ഭക്തിമാർഗത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. പുരുഷന്മാരെ അപേക്ഷിച്ച് പെർസെൻറ്റേജ് കൂടുതൽ സ്ത്രീകളാണ്. കാരണം എന്താ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അവർ തന്നെയാണ്. അവരാണ് അതുകൊണ്ട് ഭക്തിയിലേക്ക് പെട്ടെന്ന് തിരിയുന്നത്. അവരാണ് ഇത്തരത്തിൽ പലവിധ ആഗ്രഹങ്ങളും അവർക്ക് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പുത്ര സന്തതിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആവശ്യപ്പെടുന്നതൊക്കെ ഭഗവാൻ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എപ്പോഴാണ് സുദൃഢമായ കറകളഞ്ഞ ഭക്തിയിലൂടെ ഇച്ഛാശക്തിയെ ഉണർത്തി ഭഗവാനോട് തൻ്റെ ഇച്ഛകളെ മനസ്സ് തുറന്ന് ആവശ്യപ്പെടുന്നത്, അതനുസരിച്ച് കൊണ്ട് ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ച് തന്നെ വരും. അപ്പോൾ ദേവകി 3 ജന്മത്തിലൂടെ തന്നെ എൻ്റെ പുത്രനായിട്ട് ജനിക്കണം എന്ന് ഇച്ഛിച്ചു. ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവരുടെ പുത്രനായിട്ട് ജനിക്കാനിട വന്നു അല്ലേ. അങ്ങനെ എത്രയെത്ര കഥകൾ, എത്രയെത്ര ജന്മങ്ങളിലൂടെ. അപ്പം ഒരിക്കലും ഭക്തിമാർഗത്തിലേക്ക് വന്നാൽ നമുക്ക് ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ ലൗകിക ഭൗതിക കാര്യങ്ങളായിക്കോട്ടെ ആത്മീയമായിട്ട് സായുജ്യബുദ്ധി സാമൂഹ്യബുദ്ധി, ഇവിടെ രാണിമാർ പറയുന്നത് ശ്രദ്ധിക്കുക, ഏതൊക്കെ തരത്തിലായാലും ഇതൊന്നും ആഗ്രഹിക്കാതെ തന്നെ ഇവർക്ക് അതൊക്കെ സാധിച്ചു എന്നർത്ഥം. ഒന്നിലും മോഹമില്ല. ഞങ്ങൾക്ക് സാലോക്യം, സാഷ്ട്യം, സാമീപ്യം, സായുജ്യം എന്നീ മോക്ഷങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത്തരം ഐശ്വര്യങ്ങൾ ഞങ്ങളെ തീരെ ആകർഷിക്കുന്നുമില്ല. പിന്നെ അവരാകെ ആഗ്രഹിക്കുന്നത് എന്താ? ഭഗവാന്റെ കാൽപാദങ്ങളെ ധൂളിയായി തീർന്നാൽ മതി. വൃന്ദാവനത്തിൽ ഗോപബാലനായിട്ട് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങൾക്കടിയിൽ സഞ്ചിതമായിരിക്കുന്ന ആ പൊടി മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ഗോപികമാരും ഗോപന്മാരും ഗോത്രവർഗക്കാരും എല്ലാം കൃഷ്ണന്റെ പാദാരവിന്ദങ്ങൾ കൊണ്ടുള്ള ചവിട്ടേൽക്കാനായിക്കൊണ്ട് വൃന്ദാവനത്തിലെ ഒരു പുൽക്കൊടിയായിട്ടോ വൈക്കോൽ തുരുമ്പായിട്ടോ ആയി തീരുവാനാണ് സദാ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട റാണി, ജന്മജന്മാന്തരങ്ങളിലും അഭിലാഷങ്ങളൊന്നുമില്ലാതെ ഇതേപടി തുടരാൻ തന്നെയാണ് ഭഗവാന്റെ അനന്യ ഭക്തരായിട്ട് തന്നെ തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുറപ്പിച്ച് പറയുന്നു. ഇതാണ് ഇപ്രകാരം റാണിമാരുടെ ആ വാക്കുകൾ കേട്ടിട്ട് ആ ഭക്തിയുടെ പ്രഭാവത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ ഭക്തിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഇച്ഛകളുണ്ടെങ്കിലും ആത്മാർത്ഥം പറഞ്ഞ് കറകളഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനോട് ആവശ്യപ്പെട്ടാൽ അതൊക്കെ ഭഗവാൻ സാധിപ്പിച്ച് തരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ റാണിമാരുടെ മനോഭാവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ദ്രൗപദി കൃഷ്ണൻ്റെ റാണിമാരെ കാണുന്ന ആ സന്ദർഭത്തോടുകൂടി 82-ാമത്തെ അധ്യായം ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. പിന്നീട് വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങളെ പറ്റിയാണ് 83-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. സൂര്യഗ്രഹണത്തിൻ്റെ സമയത്ത് കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായ സ്ത്രീജനങ്ങളിൽ
കുന്തി, ഗാന്ധാരി, ദ്രൗപദി, സുഭദ്ര എന്നിവരും മറ്റനേകം രാജാക്കന്മാരുടെ റാണിമാരും വൃന്ദാവനത്തിൽ നിന്നും ഗോപികമാരും ഉൾപ്പെട്ടിരുന്നു. തങ്ങൾ വിവാഹിതരായതും കൃഷ്ണൻ തങ്ങളെ ഭാര്യമായി സ്വീകരിച്ചതും എങ്ങനെയെന്ന് ഭഗവാൻ കൃഷ്ണന്റെ വിവിധ റാണിമാർ നടത്തിയ വിശദമായിട്ടുള്ള പ്രസ്താവന കേട്ടപ്പോൾ കുരുവംശത്തിലെ മുഴുവൻ സ്ത്രീകളും അത്ഭുതസപ്തരായി. ദ്രൗപദി അടക്കം അവർക്ക് ആശ്ചര്യം തന്നെ തോന്നി. റാണിമാരെല്ലാം കൃഷ്ണനോട് എത്രമാത്രം വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ആ റാണിമാരോട് നിറഞ്ഞ ആരാധനയാണ് തോന്നിയത്. കൃഷ്ണനോട് റാണിമാർക്കുണ്ടായിരുന്ന പ്രേമവാത്സല്യങ്ങളുടെ തീവ്രത മനസ്സിലാക്കിയപ്പോൾ യദുകുല സ്ത്രീകൾക്ക് നയനങ്ങൾ ബാഷ്പം നിയന്ത്രിക്കാനായില്ല. അവരെല്ലാം ആനന്ദാശ്രുക്കൾ പൊഴിച്ചു എന്നാണ് പറയുന്നത്. അത്രമാത്രം അതാണ് ഇവിടെ ഗഹനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഗോപികമാര് ഇല്ലെങ്കിൽ ആ ഭഗവാനോടുള്ള കൃഷ്ണ അവബോധത്തോടുള്ള ഭക്തിയുടെ ഫലം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കി തരികയാണ് ഭഗവാന്റെ റാണിമാരിലൂടെ. അത് കുരുവംശത്തിലെയും പാണ്ഡവരുടെ ഇടയിലുള്ള, അതെങ്കിൽ ആരാണോ ഗോപികമാര് വൃന്ദാവനത്തിൽ നിന്ന് വന്നവരായിക്കോട്ടെ, ഗുരുവംശത്തിലുള്ള സ്ത്രീകളായിക്കോട്ടെ, ഈ റാണിമാരുടെ ഭഗവാന്റെ ഭാര്യമാരുടെ എങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ ഈ പദവിയിലേക്ക് ഉയർന്നത് എന്നുള്ള വിശദീകരണം കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്ചര്യവും അത്ഭുതവും തോന്നി എന്നാണ് പറയുന്നത്. അപ്പം നമുക്കും അത്തരത്തിൽ ഒരു ഭക്തിയുടെ കറകളഞ്ഞ ഭാവത്തിലേക്ക് എത്തുന്നതിന് ഈ കഥയൊക്കെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ സംഭാഷണത്തിൽ വ്യാപൃതരായപ്പോൾ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ദിക്കിൽ നിന്നുമുള്ള പ്രധാന മഹർഷിമാരും സന്യാസിമാരും ആ പ്രവാസ തീർത്ഥത്തിലെത്തി. കൃഷ്ണദ്വൈപായനം, വ്യാസൻ, നാരദ മഹർഷി, മാത്രമല്ല സനൽകുമാരന്മാർ, അങ്കിരസ്, അഗസ്ത്യൻ, യജ്ഞവാൽക്യൻ, വാമദേവൻ എന്നീ പ്രധാനപ്പെട്ട ഋഷിമാരെല്ലാം തന്നെ ഈ തീർത്ഥസ്ഥാനത്ത് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.